തെരഞ്ഞെടുപ്പ് പ്രചാരണം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലെത്തി. 2 ദിവസത്തെ ധ്യാനത്തിനാണ് മോദി എത്തിയത്. നരേന്ദ്രമോദി പെരുമാറ്റച്ചട്ടം ലംഘിക്കുകയാണെന്ന കോൺഗ്രസിന്റെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വലിയ സുരക്ഷാ വലയത്തിലാണ് കന്യാകുമാരി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററിൽ വൈകിട്ട് 5:10 പ്രധാനമന്ത്രി കന്യാകുമാരിയിലെത്തി. PWD ഗസ്റ്റ് ഹൌസിൽ അല്പനേരം ചെലവഴിച്ച ശേഷം കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ ദർശനം. പിന്നീട് പ്രത്യേകം തയ്യാറാക്കിയ ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക്. വിവേകാനന്ദ കേന്ദ്രത്തിൽ അല്പനേരം ചെലവഴിച്ചു. തിരുവള്ളൂർ പ്രതിമയിൽ പുഷ്പാർച്ചന. ഇനി 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഏകാന്ത ധ്യാനം. ഇന്ന് രാത്രിയും നാളെ പകലും രാത്രിയും മറ്റന്നാൾ പകലും പ്രധാനമന്ത്രി ധ്യാനത്തിലായിരിക്കും. മറ്റന്നാൾ വൈകിട്ടോടെ വിവേകാനന്ദ പാറയിൽ നിന്ന് കന്യാകുമാരിയിൽ തിരിച്ചെത്തും. പിന്നെ തിരുവനന്തപുരം വിമാനത്താവളം വഴി ഡൽഹിയിലേക്ക് മടക്കം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് കന്യാകുമാരിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2000-ഓളം പോലീസുകാരെ 8 ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ വിന്യസിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി തങ്ങുന്ന വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നിരീക്ഷണം ശക്തമാക്കി. മറ്റന്നാൾ ലോക്സഭയിലേക്ക് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രിയുടെ ധ്യാനം. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളും ഉയരുന്നുണ്ട്. നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസം ദേശീയ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമമാണ് ധ്യാനമെന്നും ഇത് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണെന്നും കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. എന്നാൽ ധ്യാനത്തിൽ ഇടപെടാനാകില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ 3 ദിവസത്തെ ഏകാന്ത ധ്യാനം തുടങ്ങി. മറ്റന്നാൾ വൈകിട്ടാണ് ധ്യാനത്തിന് ശേഷം അദ്ദേഹം കന്യാകുമാരി തീരത്തേക്ക് എത്തുക. പ്രധാനമന്ത്രി ധ്യാനം തുടരുമ്പോഴും ഇതേക്കുറിച്ചുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ കൊഴുക്കുകയാണ്. ധ്യാനത്തിന്റെ നേട്ടം തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. കന്യാകുമാരിയിൽ നിന്നും ജിനോസ് രാജിനും സതീഷ് ബാബുവിനൊപ്പം VA ഗിരീഷ്, 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.